കവിത ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് പ്ലൂട്ടോ. ഇപ്പോൾ കാണാം സൈന പ്ലേയിൽ. അവിടെ നിന്നോ, ഇല്ലെങ്കിൽ നിന്നെ ഇന്ന് കൊല്ലും. ഞാൻ അമ്പടാ. ഇതെന്താ പുഷ്പകവുമാനോ? ആകാശത്ത് ഇറങ്ങണില്ലല്ലോ. വാ 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 വാ. ഇത് ഞാനാ വിളിക്കണ. എന്നെ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. വാ. നല്ല കാലം ചാണകമാണല്ലോ. ഒന്നുകിൽ നീയേ അല്ലെങ്കിൽ ഞാന്. ഒന്ന് നോക്കി നടന്നൂടോ. ഏത് പ്രാന്താശുപത്രി ഓടി വന്നെ മുഖത്ത് കണ്ണിലിടോ എനിക്ക്. സമയമില്ലല്ലോ. എന്തൊരു സ്പീഡാ പോ. ഒളിമ്പിക്സ് കോഴിയോ? വണ്ടി ഇപ്പൊ വന്ന് പോയിട്ടുണ്ടാവും. എവിടുന്ന്? ഇന്ത്യൻ വണ്ടിയെ പറ്റി മോള് തീരെ പരിഭ്രമിക്കണ്ട. അയ്യോ, മുണ്ടിൽ മുഴുവൻ ചളിയായല്ലോ. അച്ചോട്ടെ മുണ്ട് മാറ്റിട്ട് പോരാ. അയ്യോ, അതിനൊന്നും ഇനി നേരമില്ല. എന്നാൽ അങ്ങനെ തന്നെ. ഭാനുവെടുത്തിയേ ഇതാ കോഴി എത്തിക്കഴിഞ്ഞു. കൊല്ലണതാരാ? ഓ, അത് ശരിയാണല്ലോ. ഞാനാണല്ലോ സ്ഥിരം കൊലപാതകി. ആ കത്തിയെടുക്കൂ. അമ്മേ, അച്ഛൻ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. ആ കോഴിയും കൊടുത്തേ. ഓ, ഇത് പിടിക്കൂ. ഒന്നും ചെയ്യില്ല, പിടിച്ചോളൂ. അച്ചോട്ടിങ് വാ. ഓ മോളെ, എന്റെ കൈ വിട്. എന്റെ മുണ്ട് മതി. മുണ്ടൊന്നും വേണ്ട. മുണ്ടില്ലാതെ ഇപ്പൊ തന്നെ നേരം എത്രയാ? നേരൊക്കെ എത്രങ്കിലും ആയിക്കോട്ടെ. സാധാരണ അതൊക്കെ പതിവാ. രാഘവേട്ടനാ, ഇന്നെന്താണോ വണ്ടി സമയത്തെത്തി? ഏതായാലും സ്റ്റേഷനിൽ പോകാതെ കഴിഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ആരും കാണാൻ അച്ഛൻ എന്തുമാത്രം സങ്കടപ്പെട്ടു. ഓ, പിന്നെ മൂപ്പർക്ക് എന്താ സ്വന്തം വീട്ടിൽ വഴിയതില്ലേ? അച്ഛാ, രാവിലെ മുതൽ ഞാൻ ഇറങ്ങി നിൽക്കുക. ഈ അച്ചോട്ടം കാരണം സ്റ്റേഷനില്. അയ്യോ, ഞാൻ കാരണല്ല, കോഴി കാരണം. ഞാൻ അവരൊന്നും ഇല്ലാത്തോണ്ടല്ലേ ഞാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ഞാൻ കോഴി. അയ്യോ, ഞാൻ കോഴിയല്ല, ഭാനുവെടുത്തി. കോഴി വേണമെന്ന് പറഞ്ഞു. അതിന്റെ പിന്നാലെ ഓട്ടം ചാട്ടുമായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് കൊണ്ട് കൊടുത്തുള്ളൂ. എന്റെ കടിതം കിട്ടില്ലായിരുന്നു ഭാനു? കടിതോ? കത്ത് ഒക്കെ കിട്ടി. അത് ഇങ്ങോട്ട് വിട്ടാ അവന് രാഘവട്ടം പൊട്ട് വിശ്രമിക്കും. സൂക്ഷിക്കണം കേട്ടോ. ഞാൻ സൂക്ഷിച്ചോളാം. നീ സൂക്ഷിക്കുന്ന കാര്യമല്ല, ഇതിനകത്ത് പൊട്ടുന്ന സാധനം ഉണ്ട്, പൊട്ടാതെ സൂക്ഷിക്കണം. ഓ, ഞാൻ സൂക്ഷിച്ചോളാം. മോളുവാ. വെരി ഹെവി വെയിറ്റ്. ഒന്ന് സഹായിക്കും. മോളെ, കുറച്ച് മല്ലിയിലയും വെളുത്തുള്ളിയും കൂടി അരച്ചോളൂ. അയ്യേ, അതൊക്കെ ചേർത്ത് വൃത്തിയേടാക്കണോ അമ്മേ? അച്ഛൻ അതൊക്കെ ഇഷ്ടാകുന്ന വെച്ചാ എന്താ ചെയ്യാ? അരച്ചിട്ട് ഈ ഉള്ളിയും കൂടി ഒരിച്ചു വെച്ചോളൂ. ഹായ്, എന്താ അച്ചു ഇത്? കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയിരുന്ന് ചെയ്തൂടെ? തൂവലെല്ലാം കിണറ്റിലല്ലേ വീഴുക? അത് ശരി, തൂവല് കിണറ്റിൽ വീഴാതെ സൂക്ഷിക്കാനുള്ള ബുദ്ധിയും കൂടി എനിക്കില്ല. അച്ഛേ വാ, നമുക്ക് പോവാം. എങ്ങടാ? വണ്ടിയിൽ ഇരുന്നപ്പം വിചാരിച്ച എത്തിയ ഉടനെ ആ കോരപ്പുറത്തെ കുളത്തിലത് മുങ്ങിക്കുളിക്കണം. അവിടെ ഈ കുഴായി തണ്ണിലല്ലേ കുളി. ഫ്ലോറിന്റെ മണം വേറെ. മുനിച്ചാമി ഉണ്ട്, നല്ല വെള്ളം കിട്ടും. അതാരായി മുനിച്ചാമി? ഓട്ടറാ. ഓ, എന്തൊരു സ്നേഹമുള്ളവനാണെന്നറിയോ. ഞാൻ എന്റെ വലുതേ നീട്ടി അവനറിയാം എന്തിനാണെന്ന്. ഇടതേ നീട്ടിയാലും അവന് സംഗതി പിടികിട്ടും. കൈയൊന്നും നീട്ടിയില്ലെങ്കിൽ അവ വെറുതെ നിൽക്കായിരിക്കും. വയസ്സുകാലത്ത് തണുത്ത വെള്ളത്തിൽ കുളിച്ച് പനി പിടിപ്പിക്കണ്ട കേട്ടോ. പാനു, നീ പറഞ്ഞു എന്നെ കളവനാക്കരുത് കേട്ടോ. വളരെ എവിടേക്കാ? കുളിക്കാൻ. ഓ, പറഞ്ഞ മാതിരി. അച്ചു, കോഴി രാവിലെ തൊട്ട് നിന്റെ പിന്നാലെ നടക്കണതാ. അവിടെ കിടക്ക്. കണ്ടോ? ഒരു കീറിയാൻ തിന്നു. ഇപ്രാവശ്യത്തെ മഴയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അച്ചു? ഇപ്രാവശ്യത്തെ മഴയിലെ മഴ 51-ലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഇത്രയും വീരശൂര പരാക്രമിയായിട്ടൊരു മഴ ഉണ്ടായിട്ടില്ല. അങ്ങെല്ലാം മഴയെ കിടയാത്. കുടിത്തണ്ണി കൂടി ரொம்ப കഷ്ടം. രാഘവേട്ടാ, വണ്ടി വാളയാറ് വിട്ടിട്ട് മണിക്കൂർ കുറേ ആയി. ആ തമിഴ് വിട്ടിട്ട് മലയാള മണ്ണിലേക്ക് വരൂ. ആ മണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നമ്മുടെ പറമ്പൊക്കെ എങ്ങനെ ഉണ്ടാ? പറമ്പ് അങ്ങനെയുണ്ട്. പണി തുടങ്ങുന്ന രാഘവട്ടം വന്നിട്ട് മതിന്നല്ലേ പറഞ്ഞിരുന്നു. അല്ല, നീ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കാറില്ലേ? നോക്കാറുണ്ട്. എന്താ ഈ പറമ്പ് മേടിക്കാൻ വേണ്ടി രാഘവട്ടം ആരുടെ കുറച്ച് കടം മേടിച്ചിരുന്നല്ലോ? പെൻഷൻ ആകുമ്പോ കിട്ടിയ കാശ് മുഴുവൻ കടം വീട്ടി തീർക്കായിരുന്നു. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിന് ആ പറമ്പ് മാത്രമേ ഉള്ളൊരു ശരണം. രാഘവട്ടം ധൈര്യമായിട്ടിരിക്കുകയും മണ്ണ് മനുഷ്യ ചരിച്ചായിട്ടുള്ള ചരിത്രം ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വിശ്വസിക്കാം. എന്നാലും കഴിഞ്ഞ 30 വർഷത്തിലേറെ കേട്ട് തരംപിച്ച ഈ തീവണ്ടിയുടെ ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാണ്ട് ഇനി ഇങ്ങോട്ട് ജീവിക്കണല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അതിന് ആരും കാര്യം ചെയ്യാം. എല്ലാ ദിവസവും രാവിലെ രാഘവേട്ടന്റെ വീട്ടിൽ വന്നിട്ട് ആ തീവണ്ടിയുടെ ശബ്ദം ഉണ്ടാക്കാം.
ക്ഷമമാണത്. തീവണ്ടി ഞാനോട്ട് ബന്ധത്തെ കുറിച്ച് നിനക്കെന്തറിയാം? എന്താ വല്ല രക്തബന്ധം വല്ലതും ഉണ്ടോ? അതിനൊക്കെ വലിയ ബന്ധമാണെന്ന് വെച്ചു. നിനക്കറിയോ, എന്റെ കോടി കണ്ടാവൻ നിൽക്കും. കോടിയുടെ നിറം മാറ്റിയാ അവൻ പോകും. ഒരു ദിവസം രാത്രി അത്തിപ്പെട്ടിന്ന് ഗുമ്മുടിപ്പുണ്ടിലേക്ക് വരിക, M2 ഡൗൺ. പാളം തെറ്റിക്കിടക്ക. ഞാനപ്പോ ഡ്യൂട്ടിയിലല്ല, വെറുതെ ഒരു നൈറ്റ് വാക്കിന് ഇറങ്ങിയതാ. ഈ M2 ഡൗൺ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പറന്നാ വരുന്നതേ. സിഗ്നൽ നോക്കിയപ്പോ പച്ച. എന്റെ ഉള്ളൊന്ന് കത്തി. ഫാക്ടറി പണിയും കഴിഞ്ഞു വരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട് വണ്ടിക്കകത്ത്. പിന്നെ ഞാൻ വേറെ ഒന്നും ആലോചിക്കാൻ പോയില്ല. ഷർട്ട് അങ്ങോട്ട് വലിച്ചു ഊരി തീപ്പെട്ടിക്കൊള്ളി ഒരച്ച് കത്തിച്ചിട്ട് പാളത്തിലേക്ക് എടുത്തൊരു ചാട്ടാണ്. തീ കണ്ടപ്പോ ഡ്രൈവർക്ക് കാര്യം പിടികിട്ടി. അയാൾ സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തി. ഇതുപോലെ രംഗം ഞാനൊരു തമിഴ് പടത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. തമിഴ് പടത്തില് പച്ചവിളക്ക്. ശിവാജി ഗണേശൻ ഇതുപോലെ തന്നെ ഷർട്ട് കത്തിച്ച് വണ്ടി നിർത്തുന്നുണ്ട്. രാഘവേട്ട പടം കണ്ടിട്ടുണ്ടല്ലേ? എടാ, ഇത് പടത്തിലെ കാര്യമല്ല, ഞാനിത് ശരിക്കും ചെയ്ത. വീമ്പളക്കിൽ നിർത്തിയിട്ട് Pandit Jawaharlal Nehru, one of the greatest figures in the world's history. He was ഒന്ന് എണ്ണീറ്റേ, ഇതൊന്ന് വിരിക്കട്ടെ. നീയല്ലേ പറഞ്ഞ പ്രശാന്തനം ഒന്നും പഠിക്കുന്നില്ലെന്ന്. കുട്ടികളെ വെറുതെ കുറ്റം പറയല്ലേ ഭാനു. എത്ര അരുമയായിട്ടാവും പഠിക്കുന്നത്? സന്ധ്യക്ക് കുറെ നേരം ഇങ്ങനെ ബഹളം വെക്കുന്നത് കേൾക്കാം. അരമണിക്കൂർ, കൂടിയാൽ 1 മണിക്കൂർ. അത്രയും മതിയായിരിക്കും മുഴുവൻ പഠിക്കാൻ. എനിക്കല്ലെങ്കിലും അറിയാം, ചെറുപ്പത്തിലെ മുതൽ അവന് നല്ല മൂളയാണ്. at Allahabad. When not quite 15, he went to Harrow School in England and then to Cambridge. After നീ അങ്ങോട്ടിരുന്നേ, എന്നിട്ട് ഇതൊക്കെ ഒന്ന് വിശദമായിട്ട് കാണാം. ദേ, എന്റെ പുറകെ നിൽക്കുന്നതാണ് വെള്ളയപ്പൻ. വെള്ളയപ്പോ? അപ്പോ അല്ല, അപ്പൻ. വെള്ളയപ്പൻ. ഓരോ പേരുകളെ. ഇത് വെള്ളിയപ്പൻ. ആഹാ, പിന്നെ അപ്പനോ? ഇവங்க ബ്രദേഴ്സ്. ഇനി അപ്പന്മാരുണ്ടെങ്കിൽ ഒരുമിച്ച് അങ്ങ് പറഞ്ഞേക്കെ. ഇനി അപ്പന്മാരല്ല, ചാമിമാരാ. ഇത് പളനിച്ചാമി, ഇത് മുനിച്ചാമി, ഇത് വീരാച്ചാമി. ഇത്തിരി കൊള്ളാവുന്ന പേരുള്ള ആരും നിങ്ങളുടെ കൂട്ടുകാരായിട്ടില്ലേ? എടീ, ഇതൊക്കെ അവിടെ ഒന്നാന്തരം പേരുകളാ. അയ്യേ. അച്ഛാ, രാത്രി എന്താ കഴിക്കാൻ വേണ്ടത്? രാത്രിയില് ഇലിമ്പിച്ച ശാതം മതി. അല്ലെങ്കിൽ വേണ്ട പുളിയോദര. അവക്ക് അതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. പഠിച്ചില്ലേ മോളെ? അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞു തന്നാ? മറന്നുപോയി അച്ഛാ. നിങ്ങൾ ഇനിയെങ്കിലും മനുഷ്യന്മാര് കഴിക്കുന്ന എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. മോളൊരു കാര്യം ചെയ്, തൈര് ശാതം മതി. നീ ചോറുണ്ടാക്കിക്കൂ, തൈരും കൂട്ടി കുഴച്ച് തൈര് ശാതം ആക്കിക്കൊള്ളു. അങ്ങനെയല്ല ബാനു. അങ്ങനെ തന്നെയാണ് ബാനു. അവിടെ ആയിരുന്നപ്പോ അവിടുത്തെ ഭക്ഷണം, ഇനി ഇവിടെയല്ലേ, ഇവിടുത്തെ ഭക്ഷണം കഴിച്ചാ മതി. അത് മതി, ചെല്ലേ. മോളെ, രാത്രി അച്ഛന് വാഴപ്പഴം വേണം. എനിക്കിത് കേൾക്കുമ്പോഴാ വാഴപ്പഴം, കാളപ്പഴം, വാഴപ്പഴം ഒക്കെ ഇവിടെയുണ്ട്. 33 കൊല്ലം തമിഴ്നാട്ടിൽ കഴിച്ചു കൂട്ടിയോനല്ലേ ഞാൻ. അതിനെന്താ, 5-8 കൊല്ലം ഞാനും ഉണ്ടായിരുന്നില്ലേ? ഒരൊറ്റ തമിഴ് വാക്ക് പോലും ഞാൻ പറയുന്നില്ലല്ലോ. അത് കളാ. ലതിക ഇനി പരീക്ഷ എഴുതുന്നില്ലേ? എന്തിനാ വെറുതെ കാശ് കളയാൻ? ഇത്രയൊക്കെ പഠിച്ചാ മതി. എനിക്ക് പിള്ളേരുടെ കാര്യം ആലോചിക്കുമ്പോഴാ സമാധാനം കിട്ടാത്തത്. പ്രഭാകരനും പ്രകാശനും മുഴുവൻ സമയവും രാഷ്ട്രീയ പ്രവർത്തനമാ. അതിനെന്താ, ഇന്നത്തെ കാലത്ത് അരശിയൽ നല്ല ഏർപ്പാടാ. നീ പഴഞ്ചനായതുകൊണ്ടാ ദഹിക്കാത്തത്. എടി, 33 വർഷം റെയിൽവേക്കാരനായിരുന്ന എന്നെ ആരറിയും? ചില വോട്ടർമാർ കണ്ടാ സലാം വെക്കും, അത്ര തന്നെ. അതേസമയം ഒരു പൊതുപ്രവർത്തകന്റെ വളർച്ചയെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആകാം. മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഗോഖലെ, വല്ലഭായ് പട്ടേൽ, ഇങ്ങനെയുള്ള അരസ്യൽവാദികളില്ലായിരുന്നു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു. മക്കൾക്ക് പറ്റിയ അച്ഛൻ തന്നെ. ഒരുത്തനെ LLB വരെ പഠിപ്പിച്ചു, അവൻ കോടതി പോണില്ല. മറ്റവൻ BSc പാസ്സായിട്ടും ജോലിക്ക് ശ്രമിക്കുന്നില്ല. സത്യപ്രതിജ്ഞ എന്നും പറഞ്ഞ് തിരുവനന്തപുരത്ത് പോയിരിക്കുക. രണ്ടാളും തമ്മിലാണെങ്കിലോ കീരിയും പാമ്പും. പണ്ട് മുതലേ നിന്റെ കുഴപ്പം ഇതാ, നിസാര കാര്യത്തിന് വേവലാതി പിടിക്കും. ഞാനേ നല്ല നിമ്മതിയായിട്ട് ഇനിയുള്ള കാലം കഴിയാൻ വന്നതാ. മക്കളെ കുറ്റം പറഞ്ഞ് നീ എന്റെ നിമ്മതി കെടുത്താതെ. ഹലോ, ആരാ? അദ്ദേഹം ഇവിടെ ഇല്ല. സത്യമായിട്ട് ഇവിടെ ഇല്ല. സബ് ഇൻസ്പെക്ടർ ആനന്ദൻ സ്പീക്കിംഗ്. അധികകാലം ആനന്ദിക്കേണ്ടി വരില്ല. നിന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ തല്ലിച്ചതച്ച് നീ കുറെ സൂചിച്ചില്ലടാ. നീ എന്ത് വിചാരിച്ചു ഞങ്ങൾ ഇനി അധികാരത്തിൽ വരില്ലെന്നോ? അല്ല സുഹൃത്തെ, ഞാൻ ഒന്നും പറയണ്ട. കഴുത. നിങ്ങളാരാ? നിന്റെ കാലൻ. ആരാ? കാലൻ. എന്റെ കാലൻ. ഇന്നലെ വിളിച്ച് ഇതുപോലെ തെറി പറഞ്ഞ് വേറൊരു ശബ്ദ. അതെ, അത് വേറെ കാലനായിരിക്കും.
എന്റെ സ്റ്റേഷൻ അതിർത്തിയുടെ പല കോണുകളിൽ നിന്നും പലരും വിളിച്ച് പുളിച്ച തെറി പറയുന്നുണ്ട്. എല്ലാം ആനന്ദേട്ടൻ വരുത്തി വെച്ചല്ലേ? എടി, സർക്കാർ മാറി വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? RDP പറഞ്ഞു, INSP ഞാൻ തല്ലി. ഏതായാലും എന്റെ കാര്യം പോക്കാ. നമ്മുടെ മക്കളെ അവര് കിഡ്നാപ്പ് ചെയ്യുമെന്ന എന്റെ പേടി. കിഡ്നാപ്പിംഗ് ആണല്ലോ പുതിയ ഫാഷൻ. ഒരു കാര്യം ചെയ്യ്, നാളെ മുതൽ പിള്ളേരെ സ്കൂളിൽ അയക്കണ്ട. ഞാൻ പോട്ടെ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വൈകുന്നേരം കാണാം. അയ്യോ, ഗുണ്ടകള് വരുന്നു. ഗുണ്ടകള് എത്ര ഗുണ്ടകളുണ്ടല്ലേ? ഗുണ്ടകളല്ല, അച്ഛനാ. ഏതച്ഛൻ? എന്റെ അച്ഛൻ. നിന്റെ സ്വന്തം അച്ഛനോ? പിന്നെ അച്ഛനെ വാടകയ്ക്ക് കിട്ടുവോ? എന്തായാലും നിന്നെ അങ്ങോട്ട് കണ്ടില്ലല്ലോ, നീ വലിയ ആളായിപ്പോയല്ലേ? അയ്യോ, അച്ഛൻ വന്ന കാര്യമൊക്കെ അറിഞ്ഞു. ഇവിടെ ആകെപ്പാടൊരു മനസമാധാനം അല്ലഞ്ഞിട്ടാ അച്ഛൻ അങ്ങോട്ട് വരാഞ്ഞത്. എന്തു പറ്റി? ആനന്ദനല്ലേ അങ്ങോട്ട് ഓടിപ്പോയെ? അതെ, ഗുണ്ടകളെ പേടിച്ചിട്ടാ. ഗുണ്ടകളോ? അതെ, രാഷ്ട്രീയ ഗുണ്ടകൾ. അച്ഛന്റെ മോൻ പ്രകാശന്റെ പാർട്ടിയിൽപ്പെട്ട ഗുണ്ടകളാ. അവര് പ്രതിപക്ഷത്തായിരുന്നപ്പോ എന്റെ കഷ്ടകാലത്തിന് എനിക്ക് ഒരുപാട് പേരെ ദ്രോഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് അവരിപ്പോ അധികാരം പ്രതികാരത്തിന് ഉപയോഗിക്കുക. ആഹാ, ആരെ നമ്മൾ അന്തമാതിരി ദ്രോഹിക്കാൻ പാടില്ല ആനന്ദ. എന്ന് വെച്ചാ ഭരണത്തിലിരിക്കുന്ന പാർട്ടി പറയുമ്പോ ചെയ്യാതിരിക്കാനും പോവോ? പ്രകാശൻ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ ഏതാണ്ട് വലിയ നേതാവൊക്കെയാണെന്ന് പറയുന്ന കേട്ടല്ലോ. എന്ത് നേതാവ്? അല്ലാതെ ഒരു ഞാഞ്ഞൂള് വിചാരിച്ചാലും തടി രക്ഷപ്പെടുത്താൻ പറ്റുവേ. അതിന് അവനോടൊന്നും ഇവിടെ വരാൻ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അയ്യോ, അവൻ സത്യപ്രതിജ്ഞ അടങ്ങി തിരുവനന്തപുരത്ത് പോയിരിക്കുക. അച്ഛൻ ഇങ്ങോട്ട് കയറിയിരുന്നാട്ടെ. ഒന്ന് മാറി അലമ്പുണ്ടാക്കല്ലേ തിരക്കുണ്ടാക്കല്ലേ. ഇറങ്ങിക്കോ. ഒന്നുകൂടി ലോറിയുടെ കാര്യം നമുക്ക് വൈകുന്നേരം സെറ്റിൽ ചെയ്യാം. ഹലോ KRP, എങ്ങനെയുണ്ടായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ്? സത്യം പറഞ്ഞ കലക്കി. വിശദമായിട്ട് ഞാൻ പിന്നെ പറയാം. ഒന്ന് നടു നിവർത്തണം. 400 കിലോമീറ്റർ അങ്ങോട്ടും 400 കിലോമീറ്റർ ഇങ്ങോട്ടും ലോറിയിൽ ഒരു ഒറ്റ നിപ്പായിരുന്നേ. വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ റെഡിയല്ലേ? ഒക്കെ റെഡി. എന്നാ പിന്നെ വൈകുന്നേരം നന്ദി പ്രകടനത്തിന് കാണാം. ശരി. ജയ് ഹിന്ദ്. കലക്കി മറിച്ചു. ഹോ, കേരളം കണ്ട ഏറ്റവും വലിയ ചടങ്ങ്. ഒന്ന് വന്ന് കാണേണ്ടതായിരുന്നു മോളെ. പൂഴി വാരി എറിഞ്ഞ നിലത്ത് വീഴാത്തത്ര ജനക്കൂട്ടം. കതറിന്റെ ഒരു കടലല്ലേ തിരുവനന്തപുരത്ത് ഇളകി മറിഞ്ഞത്. അമ്മേ, സത്യവാചകം ചൊല്ലുന്നു നമുക്ക് കേൾക്കാനൊക്കില്ലമ്മേ. CM ഹാളിൽ പ്രവേശിച്ച് ചടങ്ങ് കഴിയുന്നവരെ ഭയങ്കര കരഘോഷമാണ്. പക്ഷെ എനിക്ക് മുൻവശത്തിന് ഇരിക്കാൻ സീറ്റ് കിട്ടിയോണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കാണാൻ കഴിഞ്ഞു. മുൻവശത്തോ? അതെ, മുൻവശത്ത്. ഏറ്റവും മുമ്പിൽ ഞങ്ങൾ 31 പേരായിരുന്നു. ഒരു വരിയിൽ 31 കസേരയാ. ഹാളിൽ കിടക്കാൻ പറ്റാത്ത സാധാരണ പ്രവർത്തകർക്ക് ചടങ്ങ് കാണാൻ പുറത്ത് 123 TV സ്ഥാപിച്ചിരുന്നു. പക്ഷെ TV അത്ര ക്ലിയർ അല്ലായിരുന്നു. മൊത്തത്തിലൊരു മങ്ങല്. ഒരുപാട് രസങ്ങളൊക്കെ പറയാനുണ്ട്. വിശന്നിട്ട് വയ്യമ്മേ, കാര്യമായിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ വെക്കേ. പോത്ത് പോലെ 2 ആമക്കളുണ്ടായിട്ട് അച്ഛനെ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ഒരുത്തനുമില്ല. മല മറിച്ചിട്ട് വന്ന് കിടന്ന് പ്രസംഗിക്കുക. അച്ഛനെപ്പോ വന്നു? അമ്മയുടെ മൂത്ത മോൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇലക്ഷന് തോറ്റ് തുന്നമ്പാടിയ ഒരു സഖാവ്. മൂപ്പരെവിടെ? കാണാൻ കൊതിയാവ്. അതുകൊണ്ടാ. ഓഹോ, പിന്നെ വഴക്കുണ്ടാക്കാനുള്ള പദ്ധതിയായിട്ടാണ് നിന്റെ വരവ് അല്ലേ? അയ്യോ, ഇനി എന്ത് വഴക്ക്? ഒന്ന് നേരിൽ കാണുക, മൂപ്പരുടെ പാർട്ടി അകാലത്തിൽ അന്തരിച്ചതിനുള്ള ഒരു അനുശോചനം രേഖപ്പെടുത്തുക, അത്രേ ഉള്ളൂ. പ്രകാശ, നിങ്ങൾ തമ്മിലുള്ള ഒരു സംസാരവും ഇവിടെ വേണ്ട. ഒന്നും അല്ലെങ്കിൽ നിന്റെ ചേട്ടനല്ലേടാ. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അറിഞ്ഞ പിന്നെ അവൻ ഇങ്ങോട്ട് കേറിയിട്ടേ ഇല്ല. നിന്നെ പേടിച്ചിട്ടാ. ഇന്നലെ രാത്രി ജംഗ്ഷനിൽ വെച്ച് കണ്ടുവന്ന് അച്ചു പറയണ കേട്ടു. ഓഹോ, എന്നാൽ എനിക്ക് സന്തോഷമായി. ഈ അവസ്ഥയെ തന്നെ വേണം എനിക്ക് മൂപ്പരെ നേരിട്ട് കാണാൻ. അമ്മയ്ക്കറിയോ, ഈ ഇലക്ഷന്റെ ഇടയ്ക്ക് 9-ാം വാർഡിലിട്ട് എന്നെ തല്ലിക്കാൻ വരെ പ്ലാൻ ചെയ്ത ആളാ ചേട്ടൻ. ആര്? പ്രഭാകരനോ? അമ്മ എന്തറിഞ്ഞു? അതൊക്കെ പോട്ടെ, ആദ്യം സ്ട്രോങ് ആയിട്ട് ചായ ഞെടുത്തേ. കാലത്തെ പരിപാടികൾ നടക്കട്ടെ. ദേഹത്തിൽ വെള്ളം ചൂടാക്കിയടി. മേലാകെ അസല് വേദന. അങ്ങോട്ടും ഇങ്ങോട്ടും കാറിലൊരു ഒറ്റ ഇരിപ്പായിരുന്നേ. കാറിലോ? ലോറി പുറത്തല്ലേ? ഏയ്, ഞാനും മണ്ഡലം പ്രസിഡന്റ് കാറിലായിരുന്നല്ലേ. നോണ പിന്നെ നിന്നോട് നുണ പറഞ്ഞിട്ട് വേണമല്ലോ എനിക്ക്. പോയി വെള്ളം ചൂടാക്കടി. സത്യപ്രതിജ്ഞ നടക്കുന്ന ഹാളിലും TV ഉണ്ടായിരുന്നോ? ഹാളിലെന്തൊരു TV? ചടങ്ങ് നമ്മൾ നേരിട്ട് കാണുകയല്ലേ. ചടങ്ങ് കഴിഞ്ഞ ഉടനെ തന്നെ CM ന്റെ അടുത്ത് വന്ന് തോളി തട്ടിട്ട് പറഞ്ഞു, വെൽ ഡൺ മൈ ബോയ്. ഹോ, ഞാനത് കോരി തെറിച്ചു പോയി. നമ്മുടെ മാനങ്കര മണ്ഡലത്തിലെ ഇപ്രാവശ്യം 7000 വോട്ടാ പാർട്ടിക്ക് കൂടുതൽ. അതിന്റെ പിന്നിൽ എന്റെ ശക്തമായ കൈകളാണ് പ്രവർത്തിച്ചതെന്ന് മൂപ്പരുടെ ചെവിയിൽ ആരോചൊന്ന് പറഞ്ഞു. അതുകൊണ്ടാ. ഞാൻ ചോദിച്ചത് അതല്ല. ചടങ്ങ് TV ക്ലിയർ ആയിരുന്നില്ല, മങ്ങലുണ്ടായിരുന്നു എന്നൊക്കെ പ്രകാശേട്ടൻ പറഞ്ഞില്ലേ? അതിന് ഹാളിന് മുമ്പിലിരുന്ന പ്രകാശേട്ടൻ ആ ചടങ്ങ് കോമ്പൗണ്ടിലുള്ള TV എങ്ങനെ കണ്ടു?
ചടങ്ങെന്നും പറഞ്ഞ് മുഴുവൻ സമയം നമുക്ക് അവിടെ കുത്തിയിരിക്കാൻ പറ്റുമോ? ഒന്ന് നടു നിർത്താൻ വേണ്ടി ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒന്ന് കറങ്ങിയപ്പോ ടി വി കണ്ടു. നേര് പറ, രാജ്ഭവന്റെ ഗേറ്റ് കടക്കാൻ പറ്റുമോ? നീ കുറെ കൂടുന്നുണ്ട്. പാർട്ടിയിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. വൈകുന്നേരം ടൗണിലേക്ക് വാ. കൃതജ്ഞതാ സമ്മേളനത്തിന് ഞാൻ നടത്താൻ പോണ ഗംഭീര പ്രസംഗം കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്നുള്ളത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ രാജ്യത്ത് ഒരു ഭരണകൂടം ഉണ്ടായിരുന്നോ? ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നോ? ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇല്ലായിരുന്നു സുഹൃത്തുക്കളെ, ഇല്ലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് RDP എന്ന ഒരു പാർട്ടി മാത്രമായിരുന്നു. അവരുടെ അഴിഞ്ഞാട്ടമായിരുന്നു. റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയാണ് അത്രേ. എന്ത് റവല്യൂഷണറി, എന്ത് ഡെമോക്രസി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനുള്ള ശിക്ഷ നിങ്ങൾ അവർക്ക് നൽകി കഴിഞ്ഞു. ഇന്ത്യൻ നാഷണൽ സെക്യുലർ പാർട്ടി നിങ്ങളുടെ പാർട്ടിയാണ്, ജനങ്ങളുടെ ആശയാഭിലാഷങ്ങളുടെ പാർട്ടിയാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ വർഗീയ പാർട്ടികളുണ്ടെന്ന് RDPക്കാർ ആരോപിക്കുന്നുണ്ട്. അത് തെറ്റാണ് സുഹൃത്തുക്കളെ. പിന്നെ വർഗീയ പാർട്ടി ഇല്ലെന്ന് പറഞ്ഞുകൂടാ. ഞങ്ങളുടെ കൂടെ ചേർന്ന ശേഷം അവരിൽ യാതൊരു വർഗീയതയും ഞാൻ കണ്ടിട്ടില്ല. അല്പസ്വല്പം കോഴി ബിരിയാണി കഴിക്കുന്നത് വർഗീയതയാണോ എന്ന് ഞാൻ വെല്ലുവിളിക്കാണ്. പക്ഷേ RDPയുടെ കൂടെയുള്ളത് മുഴുവൻ വർഗീയ പാർട്ടികളാണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അതുപോലെ ഞങ്ങൾ അഴിമതിക്കാരാണെന്ന് പറയുന്നുണ്ട്. അല്ല സുഹൃത്തുക്കളെ, വാസ്തവത്തിൽ അഴിമതി എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഇവിടുത്തെ നല്ലവരായ മുതലാളിമാരിൽ നിന്ന് ധാരാളം പണം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് സ്നേഹം കൊണ്ട് മാത്രമാണ്. മുതലാളിമാരെ പോലെ ഇത്രയും നല്ല മനുഷ്യരെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ആ പാവപ്പെട്ട മുതലാളിമാരെ ചീത്ത വിളിക്കുന്ന കേട്ടിട്ട് പലപ്പോഴും എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ട്. പാവം മുതലാളിമാർ. എല്ലാത്തിനുള്ള ശിക്ഷ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ മാനങ്കര മണ്ഡലത്തിൽ ചില RDP കോമാളികൾ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു സുഹൃത്തുക്കളെ. ഈ തെരഞ്ഞെടുപ്പിൽ INSP ജയിക്കുകയാണെങ്കിൽ അവരവരുടെ പാതി മീശെടുത്ത് കവലയിലൂടെ നടക്കുമെന്ന് ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. നാണവും മാനവും ഉളുപ്പും അല്പമെങ്കിലും തീണ്ടിയിട്ടുണ്ടെങ്കിൽ, വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ, മീശ എടുക്കൂ, എടുക്കണം മീശ എന്ന് ഞാൻ ആജ്ഞാപിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? അവര് ജയിച്ച പാതി മീശ എടുക്കാന്ന് പറഞ്ഞത് കോട്ടപ്പള്ളിയല്ലേ? അതെ, ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതേ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാട്. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം. അത് ശരിയാ, ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ, സിനിമാ നടനോ നടിയോ ആരെ വേണമെങ്കിലും അവർ ജയിപ്പിക്കും. കാരണം അവിടെ സാക്ഷരതയില്ല, വീരാരാധന മാത്രമല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, ചില്ലറ വല്ലതുണ്ടോ പരിപ്പുടക്കും ചായക്കും? എല്ലാം തീർന്നില്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ, പിന്നെ ഇവിടുന്ന കാശ്. എന്റെ അനുജനുണ്ടല്ലോ, ആ അലവലാതി അവിടെ നിന്നോണ്ട് എന്നെ നോക്കി ചിരിക്കുക. എങ്ങനെ ഞാൻ അവനെ ഫേസ് ചെയ്യും? വീട്ടിൽ പോവാതിരുന്ന വിശന്ന് ചാവുകയും ചെയ്യും. എന്നായാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ കോട്ടപ്പള്ളി. അതെ, തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ. ആകെ അബദ്ധമായി. ഞാൻ ഭയങ്കര ആവേശത്തിൽ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ജനങ്ങളുടെ കയ്യടിയും ബഹളവും കാരണം ആകെ പ്രശ്നം. അച്ഛാ, നേര് പറയട്ടെ, എന്റെ ഓരോ വാക്കിനും കയ്യടിയായിരുന്നു. അതിന്റെ ഇടയിലെ ഞാൻ മൂപ്പരെ കണ്ടത്. ഞാൻ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോ തന്നെ മൂപ്പര് പാർട്ടി ഓഫീസിനകത്തെ ഒറ്റ വലിച്ചില്ല. അപ്പൊ പിന്നെ എനിക്ക് ആവേശം മൂക്കാതിരിക്കോ? INSP ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പാതിമീശ വടിച്ചോളാമെന്ന് വീമ്പിളക്കിയവന്മാരൊക്കെ എവിടെ എന്ന് ഞാൻ അട്ടഹസിച്ചു. പിന്നെ ആളുടെ പൊടി പോലും കണ്ടിട്ടില്ല. അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു മോനെ. അച്ഛാ, ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ്. നമ്മൾ മടിച്ചു നിന്നാലേ എതിരാളികൾ നമ്മളെ ആക്രമിക്കും. ഓ അപ്പടിയാ? പിന്നല്ലാതെ. എന്നാലും പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നിനക്ക് അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരായിരുന്നു. നന്നായിരിക്കും. ഈ കഥർ വിട്ടുകൊണ്ട് ഞാൻ അവരുടെ ഓഫീസിലേക്ക് കയറി ചെന്നാലേ വളരെ നന്നായിരിക്കും. പ്രവേട്ടം വരുന്നുണ്ട്. എവിടെ? പിൻവശത്തോടെ വരുന്നേ. മുൻവശത്തൂടെ വരാൻ ധൈര്യം കാണില്ലല്ലോ. നീ ഒന്നും മിണ്ടാതിരുന്നില്ലെങ്കിലുണ്ടല്ലോ. മോള് പോയി പ്ലേറ്റ് എടുത്തോണ്ട് വാ. എവിടെയായിരുന്നടാ പ്രഭേ നീ? ഞാൻ വന്നിട്ട് ദിവസം എത്രയായി? കയറി വാ, ഒന്ന് ഊണ് കഴിക്ക. പ്രഭേ,
ഞാൻ പറഞ്ഞില്ല അച്ഛാ, തോറ്റതിന്റെ ചമ്മല് മാറിയിട്ടില്ല. പ്രകാശ നിന്നോടാ പറഞ്ഞത്. മാനു, നീ എന്ന് വിളിക്കും, വന്ന് ഊണഴിക്കാൻ പറ. ഇവ നാട്ടടക്കി ഇരുന്നാ ഞാൻ വിളിക്കാം. മോനൊന്നും മിണ്ടണ്ട കേട്ടോ. ഇല്ല അച്ഛാ, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. എടാ 4 മാസം കഴിഞ്ഞ് കാണുകല്ലേ നീ നിന്റെ അച്ഛനെ. ഒരു വാക്കുപോലും മിണ്ടാൻ വയ്യായിരുന്നല്ലേ? എണീറ്റ് വാ, അച്ഛൻ വിളിക്കുന്നു. മറ്റവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം ഞാൻ വരാം. മറ്റവനോ? പ്രകാശൻ നിന്റെ അനുജനാ. അനുജൻ അവൻ എന്റെ പ്രതിയോഗിയാണമ്മേ. പ്രവേ, നിന്നോടാ പറഞ്ഞത്. വയസ്സുകാലത്ത് അച്ഛനെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. ഞാൻ വരാം, പക്ഷെ അവൻ എന്നോട് ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. തെരഞ്ഞെടുപ്പിനെ പറ്റിയോ എന്റെ മീശയുടെ കാര്യോ അങ്ങനെ വല്ലതും പറഞ്ഞാൽ എനിക്ക് സമനില തെറ്റും. നിന്നോട് മിണ്ടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എണീറ്റ് വാ. അവൻ എന്നെ നോക്കി ചിരിക്കാനും പാടില്ല. നടക്കടാ അങ്ങോട്ട്. എന്തോ നാടാ ഇത് നിങ്ങൾ തമ്മിൽ ഇരുന്നൂണ് കഴിക്കുക. അച്ഛൻ എപ്പോ വന്നു? ഓ മഹാഭാഗ്യം, ഇപ്പോഴെങ്കിലും നിന്റെ ശബ്ദം ഒന്ന് കേട്ടല്ലോ. അവൻ ഇച്ചിരി മീൻകുളം പോട്. അമ്മേ, ചോറത്തിരി കൂടുതൽ വിളമ്പിക്കോ, മൂപ്പർക്ക് നല്ല ക്ഷീണം കാണും. അമ്മേ, നീ കഴിച്ചു കഴിഞ്ഞില്ലേ? എണീറ്റേ. മോനെ, ഒരു തേർതലാകുമ്പോ എന്താണ് പറയാ, ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. എനിക്ക് ചോറ് വേണ്ട. അവിടെ ഇരിക്കടാ. ഇരിക്കും മോനെ. പ്രകാശ. ഇല്ലച്ചാ, ഞാനൊന്നും മിണ്ടുന്നില്ലേ. ആരും അത്ര നകളിക്കൊന്നും വേണ്ട. IMF-കാർ നമ്മളെയൊക്കെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ വരും. എന്തിന്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മുടെയൊക്കെ തലയെണ്ണി കടം വാങ്ങിച്ചിരിക്കല്ലേ അച്ഛാ? അച്ഛാ, ഇവിടെ ആരും ആരെയും അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. IMF-കാർക്ക് ഞങ്ങൾ കൃത്യമായിട്ട് പലിശ കൊടുക്കുന്നുണ്ടല്ലോ. അതിന് ടൺ കണക്കിന് സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ചില്ലേ? അതില് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നുമില്ലല്ലോ. ഇത്ര സ്വർണം വിദേശത്ത് നിക്ഷേപിക്കാമെന്ന് വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ ഇങ്ങനെ പോയാൽ നാളെ നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർക്ക് കല്യാണം കഴിക്കാനും കഴുത്തിലണിയാനും ആഭരണങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടി വരുമല്ലോ. അച്ഛാ, അങ്ങനെ നിർബന്ധമുള്ളവർ പോയി മേടിക്കട്ടെ. പിന്നെ രൂപയുടെ മൂല്യം കുറച്ചത് കാരണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതറിയോ അച്ഛന്? ഞാൻ കേട്ടു. അച്ഛാ, മൂല്യം കുറച്ചത് നല്ലതിന്. അതിനനുസരിച്ച് ഇവിടെ ഡോളർ കുന്നുകൂടും, വ്യവസായശാലകൾ ഉയരും. 5 വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും. 6 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് മൂക്കും കുത്തി താഴെ വീഴും. വായും പൊളിച്ചിരുന്നാ മതി. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിന്. പ്രകാശ, അമ്മയൊന്നും ഉണ്ടായിരുന്നേ. ഞങ്ങൾ ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങളെ വേണമെന്നുള്ളതുകൊണ്ടാ. ഓ പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത്. നിക്കാരഗ്വയിലെ ഒട്ടേകയെ പുറത്താക്കി കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റിനെ സൃഷ്ടിച്ചു. റുമേനിയയിലും മറ്റൊന്നല്ല സംഭവിച്ചത്. ജർമ്മനിയെ നിങ്ങൾ തകർത്തു. പക്ഷെ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് നീ മനസ്സിലാക്കി. ഇവിടുത്തെ കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത്? മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ. ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ചിലക്കാതെ ഒരിടത്തിരുന്നോ? അറിയില്ലെന്നോ? ചോദിക്ക്, ഞാൻ പറയാം. ഹംഗറിയിൽ എന്ത് സംഭവിച്ചു? മൂരാച്ചി എന്ന് മുദ്ര കുത്തപ്പെട്ട് 40 കൊല്ലം കുറ്റവാളിയായി ശവപ്പെട്ടി കിടന്ന നേതാവിനെ സത്യം മനസ്സിലാക്കിയ ജനങ്ങൾ പുറത്തെടുത്തുകൊണ്ട് ആദരിച്ചില്ലേ മനുഷ്യ? ഇനിയും ചോദിക്ക്, പറയാം. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ? പോളണ്ടിനെ പറ്റി ഇനി നീ മിണ്ടിപ്പോയി ഞാൻ സഹിക്കില്ല. പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വത്തോ? പോളണ്ട് എന്ന് ഉച്ചരിച്ചാലുണ്ടല്ലോ. ഉച്ചരിച്ചെന്തി? ഉച്ചരിച്ച് നോക്കാം. അച്ഛാ, നീ പോ. പോളണ്ട് വേണ്ട, ശരിയാവില്ല. ഇപ്പൊ കണ്ടില്ലേ? പാനുവേ, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. പ്രഭാകരനെയും പ്രകാശനെയും കുറിച്ച് നീ ഓരോന്ന് പറയാനുള്ള കാരണം എനിക്ക് പിടികിട്ടി. എന്താ? അവര് പറയുന്നൊന്നും മനസ്സിലാക്കാനുള്ള അറിവ് നിനക്കില്ല. അത് തന്നെ എനിക്കും അതില്ലെന്ന് കൂട്ടിക്കോ. പക്ഷെ ഞാനും നീയുമായിട്ടൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ ലോകം ഒരുപാട് കണ്ടവനാ. ഉശിലംപെട്ടി സ്റ്റേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ട്രെയിനില് എത്ര മഹാന്മാർക്ക് ഞാൻ പച്ച സിഗ്നൽ കാണിച്ചിട്ടുണ്ടെന്നറിയാവോ? ഇവന്മാർക്ക് അങ്ങനെ സിഗ്നലൊന്നും നിങ്ങൾ കാണിക്കണ്ട. തെരഞ്ഞെടുപ്പെന്നും പറഞ്ഞ് ഇവിടെ രണ്ടുപേരും കൂടെ കാട്ടിക്കൂട്ടിയ പൂലൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ. എടീ, ഇനിയുള്ള കാലം നമ്മൾ രണ്ടുപേരും പ്രഭാകരന്റെയും പ്രകാശന്റെയും അമ്മയും അച്ഛനുമായിട്ട് അടുത്ത് ചുമ്മാ ഇരുന്നാ മതി. അവരുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടാ അറിയാം അവർ പെരിയ ആൾക്കാരാകുമെന്ന്. എന്റെ മക്കളെല്ലാം പെരിയവരാകും. എന്താണ് അത്ര വൈകിയത്? വൈകിപ്പോയി മാഷെ. അപ്പൊ ആ സംഖ്യയെ, ഇവിടെ വാ
വൈകി വരുന്ന ഒരു പതിവാക്കിയിരിക്കുകയാണോ? അല്ല, വരുന്ന വഴിക്ക് എന്നെ ഒരു പശു കുത്താൻ വന്നു ടീച്ചർ. സൈലൻസ്. ഈ കുട്ടികളെ ഒന്നും പശു കുത്താൻ വന്നില്ലല്ലോ. അല്ല, അത് പശുവിന് എന്നോട് എന്തെങ്കിലും മുൻവൈരാഗ്യം കാണും ടീച്ചർ. തന്റെ ധിക്കാരം കുറെ കൂടുന്നുണ്ട്. ഹോംവർക്ക് ചെയ്ത് കാണിക്ക്. രാത്രി വീട്ടില് കറണ്ട് ഇല്ലാത്തോണ്ട് ഹോംവർക്ക് ചെയ്തില്ല ടീച്ചർ. വേണ്ട വേണ്ട ഒന്ന് വെക്കും തോറും താൻ കുറച്ച് കൂടുന്നുണ്ട്. നിന്നെ ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. ചായ ചൂടാറുന്നതിന് മുമ്പ് ഇങ്ങോട്ട് എത്തില്ലായിരിക്കും സംശയം ഉണ്ടായിരുന്നു. ഉപ്മാവ് ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ആ പ്രശാന്തിനെ കൊണ്ട് ഞാൻ തോറ്റു കേട്ടോ. ഈ നിലയ്ക്ക് പോയാ അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ തന്നെ ഹെഡ്മാസ്റ്ററോട് പറയേണ്ടി വരും. ഇന്നെന്താ കംപ്ലൈന്റ്? ഞാനന്ന് അടിക്കാൻ ഓങ്ങിയപ്പോ അവൻ എന്റെ കൈക്ക് കയറി പിടുത്തം. അയ്യോ, ഞാൻ അവനെ രഹസ്യമായിട്ടൊന്ന് ഭീഷണിപ്പെടുത്താം. ഇനി രഹസ്യമായിട്ടൊന്നും പോരാ. നിങ്ങൾ മുടക്കിയിട്ട ഭാനിച്ചോട് ഇതുവരെ ഞാൻ പറയാതിരുന്നത്. ഇപ്പൊ അച്ഛനും ഉണ്ടല്ലോ. മോനെ പഠിപ്പിക്കണ വേണ്ടെന്ന് അവര് തീരുമാനിക്കട്ടെ. പോട്ടെ ടീച്ചർ, അതൊന്നും അത്ര കാര്യമാക്കണ്ട. കുട്ടികളാകുമ്പോ കുറച്ച് വികൃതിക്ക് ഉണ്ടാവും. നമുക്ക് മക്കളില്ലാത്തോണ്ട് അതൊന്നും മനസ്സിലാവാത്തത്. ഒരു കുഞ്ഞിക്കാലി കാണാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു. ഉരുളി കമത്തി, കുഞ്ഞിക്കുരു കൊണ്ട് തുലാഭാരം നടത്തി. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന കൂടി കൂടി വന്നപ്പോ ദൈവം ടീച്ചർക്ക് ഒരുപാട് വികൃതി കുട്ടികളെ തന്നു. അത് സ്കൂളിലായി പോയി എന്ന് മാത്രം. അപ്പോഴേക്കും വിഷമായ. ഒരു തമാശ പറയാൻ കൂടി പറ്റില്ല. കഷ്ടാണ്. മക്കളില്ലാന്ന് വെച്ച് നമുക്ക് എന്താ ഇവിടെ ഒരു കുറവ്? നീ പോയി ചായ കുടിക്കേ. അവനെ ഞാനൊരു ഈർക്കലെടുത്ത് തല്ലി കൊല്ലാൻ പോവാ.